വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ മോർ വീഡിയോസ് കാണാൻ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ധാരാളം വീഡിയോസ് അവിടെ ഉണ്ടാവും കേട്ടോ. അമെൻമെൻറ്റ്സിൽ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പുതുതായിട്ട് അമെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. പിന്നെ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 69 ഡിസ്പ്യൂട്ട്സ് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. സെക്ഷൻ 69 ഡിസ്പ്യൂട്ട്സ് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുകളും രജിസ്ട്രാറും തീർപ്പാക്കുന്ന തർക്കങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 69. ഏതെല്ലാം തർക്കങ്ങളാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത്, ഏതെല്ലാമാണ് പിന്നെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് തീർപ്പാക്കുന്നത്, പിന്നെ ഏതെല്ലാമാണ് രജിസ്ട്രാർ തീർപ്പാക്കുന്നത് എന്നെല്ലാം വരുന്നത് സെക്ഷൻ 69. സെക്ഷൻ 69A പറയുന്നത് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ്. സെക്ഷൻ 70 പറയണത് അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്സ് ആണ്. സെക്ഷൻ 70A പറയണത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 70B എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ആസ് ടു പെൻഡിങ് പ്രൊസീഡിങ്സ്. അപ്പം അങ്ങനെ 69 മുതൽ 70B വരെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട സെക്ഷൻ, അതായത് ഡിസ്പ്യൂട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഏത് സെക്ഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2I ഡിസ്പ്യൂട്ട് ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. 2 ഡെഫിനിഷൻസ് എല്ലാം പറയുന്നത്. അപ്പോൾ 2I ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ റൂൾ 2I സെയിൽ ഓഫീസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണത് എവിടെയാണ്? 2I കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ ആണ് 69. പുതുതായിട്ട് 69(1)H സബ്സെക്ഷൻ 1H ചെറിയൊരു മാറ്റം വരുത്തി. പിന്നെ 1Iയും 1Jയും കൂട്ടിച്ചേർക്കാണ് ഉണ്ടായത്. ഈ ഭാഗത്ത് ഈ 69(1) ഈ ഒരു 3 ഭാഗം മാത്രമാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം തർക്കങ്ങളെക്കുറിച്ചാണ് പറയണത് നോക്കാം. അതായത് ഇപ്പോൾ രജിസ്ട്രാറുടെ ഒരു ഡിസ്പ്യൂട്ടുമായി ഇത് വേണമെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. രജിസ്ട്രാറുടെ ഡിസ്പ്യൂട്ട് കൈമാറാം താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക്. പക്ഷേ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് ഒരിക്കലും ഡെലിഗേഷൻ പവർ ഇല്ല, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് തന്നെയാണ് തീർപ്പ് കൽപ്പിക്കുക. അപ്പോൾ ഡിസ്പ്യൂട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളുണ്ട് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്? എമംഗ് മെമ്പേഴ്സ് ആൻഡ് പാസ്റ്റ് മെമ്പേഴ്സ്, പണ്ടത്തെ മെമ്പേഴ്സും ഇപ്പോഴത്തെ മെമ്പേഴ്സും തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ വരും. പിന്നെ ബിറ്റ്വീൻ എ മെമ്പർ ആൻഡ് പാസ്റ്റ് മെമ്പർ ഓർ പേഴ്സൺ, അങ്ങനെയും വരാം. എമംഗ് മെമ്പേഴ്സ് വരാം, എമംഗ് പാസ്റ്റ് മെമ്പേഴ്സ് വരാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? തർക്കങ്ങൾ വരാം. അതുപോലെ തന്നെ സൊസൈറ്റിയും അതിൻ്റെ കമ്മിറ്റി തമ്മിൽ വരാം. ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് എനി അതർ സൊസൈറ്റി വരാം. ബിറ്റ്വീൻ എ സൊസൈറ്റി ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി അഫിലിയേറ്റഡ് ടു ഇറ്റ്, അതിൽ അഫിലിയേറ്റ് ചെയ്തൊരു സൊസൈറ്റിയും അതുപോലെ തന്നെ അതിലൊരു മെമ്പറും സൊസൈറ്റിയും തമ്മിൽ വരാം. പിന്നെ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് എ പേഴ്സൺ അതർ ദാൻ എ മെമ്പർ അല്ലാത്ത ഒരു പേഴ്സണുമായിട്ട് ഉള്ള തർക്കങ്ങൾ വന്നേക്കാം. അപ്പോൾ ഒരു ലോൺ എടുത്ത ഒരു വ്യക്തി, അപ്പോൾ അവരുമായിട്ടുള്ള തർക്കങ്ങൾ, മെമ്പറല്ല പക്ഷേ ലോൺ എടുത്തിട്ട് ആ ഒരു സൊസൈറ്റിയായിട്ട് എന്തെങ്കിലും തരത്തിലൊരു ഡീലുള്ള ഒരു വ്യക്തി, അവരുമായിട്ട് തർക്കങ്ങൾ വരാം. പിന്നെ സൊസൈറ്റിയും ഷുവർട്ടി ഓഫ് എ മെമ്പറും വരാം. അങ്ങനെ പല തരത്തിലുള്ള തർക്കങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ സബ്സെക്ഷനായിട്ട് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെ കേസുകളും സെക്ഷനിൽ. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഈ 1H കടന്നു വരുന്നത്. ഈ 1H ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ 1H ആദ്യം ഒരുപാട് പോയിന്റുകൾ ഉള്ളതായിരുന്നു. പക്ഷേ അതിപ്പോൾ ചുരുക്കിയിട്ട് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് എ ക്രെഡിറ്റർ ഓഫ് ദ സൊസൈറ്റി എന്ന് മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട്. 1H എന്താ പറയണത്? ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റിയും അതിൻ്റെ ക്രെഡിറ്ററും തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടിലെ 1H പ്രതിപാദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ 1I എന്താണെന്ന് വെച്ചാൽ 1I പുതുതായിട്ട് അമെൻഡ് ചെയ്ത് ചേർത്തതാണ്. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഇറ്റ് സബ്സിഡിയറീസ്, അതായത് സബ്സിഡിയറീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സബ്സിഡിയറീസും പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിൽ തർക്കങ്ങൾ വരുന്നതും കൂടി ഈ ഒരു പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 1J പറയണത് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇത് 14B പ്രകാരം പാർട്ട്ണർഷിപ്പ് പറയുന്നുണ്ടല്ലോ. ആ പാർട്ട്ണേഴ്സുമായി ബന്ധപ്പെട്ട് അതിലെ മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പുതിയ അമെൻമെൻറ്റിൽ. ഈ ഒരു 3 പോയിന്റുകളാണ് പുതിയ അമെൻമെൻറ്റിൽ 69മായി ബന്ധപ്പെട്ടിട്ട് കടന്നു വന്നിട്ടുള്ളത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഡിസ്പ്യൂട്ടായി ബന്ധപ്പെട്ടിട്ടുള്ളത്,
ഡിസ്പ്യൂട്ട് ഷാൾ ബി റെഫേർഡ് ടു ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 70A പ്രകാരം പറഞ്ഞിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ നോൺ മോണിറ്ററി, അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കൊടുക്കുന്നത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകളാണ്. പണമല്ലാത്ത നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ ആർക്കാണ് കൊടുക്കേണ്ടത്? രജിസ്ട്രാർക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ. പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നത് രജിസ്ട്രാറാണ്. പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആർക്കാണ് ഫയൽ ചെയ്യേണ്ടത്? രജിസ്ട്രാറിനാണ് ഫയൽ ചെയ്യേണ്ടത്. എന്നാൽ പണേതര തർക്കങ്ങളാണ് ധനപരമായി അല്ലാത്തതാണ് ആർക്ക് പോകേണ്ടത്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ. ഇപ്പോൾ സീനിയോറിറ്റി സംബന്ധിച്ചത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് തീർപ്പാക്കാൻ വരുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഡിസ്പ്യൂട്ട് ഷാൾ ബി റെഫേർഡ് ടു ദ രജിസ്ട്രാർ ഇൻ ദ കേസ് ഓഫ് മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ് വരുന്നത്. ദ ആർബിട്രേഷൻ കോർട്ട് ഓർ ദ രജിസ്ട്രാർ ആസ് ദ കേസ് മേ ബി ഷാൾ ഡിസൈഡ് ഡിസ്പ്യൂട്ട് റിഫേർഡ് ഇൻ സെക്ഷൻ 16 പറഞ്ഞിട്ടുള്ള ഇത്, അതായത് ആർബിട്രേഷൻ കോർട്ട് അല്ലെങ്കിൽ രജിസ്ട്രാർ തീർപ്പ് കൽപ്പിക്കുന്നത്. നോ അതർ കോർട്ട് ഓർ അതർ അതോറിറ്റി ഷോൾ ഹാവ് എ ജൂറിസ്ട്രിക്ഷൻ ടു എൻ്റർടൈൻ എനി സ്യൂട്ട് ഓർ അതർ പ്രൊസീഡിങ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഡിസ്പ്യൂട്ട്. അതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു കോർട്ടിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഈ ഒരു കേസിൽ ഇടപെട്ടിട്ട് ഇതിനു മുകളിൽ വിധി പറയാനുള്ള ഒരു അതോറിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അതോറിറ്റി കൊടുക്കുന്നില്ല. ഇവർ തന്നെയാണ് ഇതിൻ്റെ ഫൈനൽ അതോറിറ്റി ആയിട്ടുള്ളത്. പിന്നെ വേറൊരാൾക്ക് കൊണ്ടുപോയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് പിന്നെ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വേറൊരു ഉത്തരവ് സമ്പാദിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടോ രജിസ്ട്രാറോ ആണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള ഡിസ്പ്യൂട്ടിന് ഫൈനലായിട്ട് റെഫർ ചെയ്യുന്നതെന്ന് പറയാം. ആ കേസിമ്പിൽ ഷാൾ ഡിസൈഡ് ഡിസ്പ്യൂട്ട് റെഫേർഡ് ഇൻ സെക്ഷൻ 16 ആൻഡ് നോ അതർ കോർട്ട്, മറ്റ് കോടതിക്കോ അല്ലെങ്കിൽ അതർ അതോറിറ്റിക്കോ ഷാൾ ഹാവ് ജൂറിസ്ട്രിക്ഷൻ ടു എൻ്റർടൈൻ എനി സ്യൂട്ട് ഓർ അതർ പ്രൊസീഡിങ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഡിസ്പ്യൂട്ട്. ആ അത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ അതിൻ്റെ മുകളിലേക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ആർബിട്രേഷൻ കോർട്ടിനോ രജിസ്ട്രാറിനോ മുകളിലേക്ക് പോയിട്ട് അവർക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 69 തന്നെ ഇങ്ങനത്തെ പലതരത്തിലുള്ള 69 സബ്സെക്ഷൻ 2 പറയുന്നത് ഒരുപാട് തരത്തിലുള്ള തർക്കങ്ങൾ തന്നെയാണ്. ജാമ്യക്കാരനും ലോൺ എടുത്ത ആളും തമ്മിലുള്ള തർക്കം, അതുപോലെ തന്നെ ഇലക്ഷനിൽ ബോർഡിൽ ഇലക്ഷൻ ടൈമിലെ ഡിസ്പ്യൂട്ടുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ ടൈമിലെ ഡിസ്പ്യൂട്ട് പറയുന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ടൈമിൽ ID കാർഡിനൊക്കെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ആർക്കാണ് കൊടുക്കുക? ഇലക്ട്രൽ ഓഫീസർക്കാണ് കംപ്ലൈൻറ്റ് കൊടുക്കുക കേട്ടോ. പിന്നെ നോർമൽ ടൈമിലാണെങ്കിൽ നമുക്ക് രജിസ്ട്രാർക്ക് പരാതി കൊടുക്കാം. അല്ലാത്ത ഇലക്ഷൻ ടൈമിൽ ID കാർഡിൻ്റെ കംപ്ലൈൻറ്റ്സൊക്കെ ആർക്കാണ് കൊടുക്കുക? ഇലക്ട്രൽ ഓഫീസർക്കാണ് കൊടുക്കുക. ആ സമയത്ത് അദ്ദേഹമാണല്ലോ അവിടെ ഏറ്റവും വലിയ അധികാരി എന്ന് പറയണത്. പിന്നെ ഈ ഇലക്ഷൻ്റെ എന്തെങ്കിലും കേസോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് 1 മാസത്തിനകം കേസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു മാസത്തിനകം 1 മന്തിനകം അങ്ങനെ പറയുന്നുണ്ട്. അതായത് നോ ഡിസ്പ്യൂട്ട്. അതല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ? പിന്നെ അതിന് കാലാവധി ഇല്ല, കാരണം അത് കാലഹരണപ്പെട്ടു പോകുന്നതാണ് പറയണത്. അത് 69 സബ്സെക്ഷൻ 3 പറയുന്നത് കേട്ടോ. നോ ഡിസ്പ്യൂട്ട് അറൈസിങ് ഇൻ കണക്ഷൻ വിത്ത് ദ എലക്ഷൻ ഓഫ് ദ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ഓർ ആൻ ഓഫീസർ ഓഫ് ദ സൊസൈറ്റി. ഓഫീസർ ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് 1 മന്ത് പറയുന്നുണ്ട് കേട്ടോ. 1 മാസത്തിനകം ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ നടന്ന 1 മാസത്തിനകം എന്ത് ചെയ്യണം? ഇതിന് കംപ്ലൈൻറ്റ് കൊടുക്കണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ 1 വർഷത്തിനകം വിധി കൊടുക്കും വേണം. 1 വർഷത്തിനകം അതിന് തീർപ്പാക്കി കൊടുക്കും വേണം തിരിച്ച്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. 1 വർഷത്തിനകം. അത് അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് എന്ന ഒരു ഭാഗത്ത് അമെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. 70 സബ്സെക്ഷൻ 6 പറയുന്നുണ്ട്. അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് എന്ന ഭാഗത്ത് വരുന്നുണ്ട്. ദ രജിസ്ട്രാർ ഓർ ദ പേഴ്സൺ ഇൻവെസ്റ്റഡ് വിത്ത് പവേഴ്സ് ഇൻ ദിസ് ബിഹാഫ് ഷോൾ ഡിസൈഡ് ദ ഡിസ്പ്യൂട്ട് ഓർ ദ ആർബിട്രേറ്റർ ഷോൾ പാസ് ആൻ അവാർഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് 1 ഇയർ ഇൻ കേസസ് വേർ മോണിറ്ററി മാറ്റേഴ്സ് ആർ ഇൻവോൾവഡ്. അതായത് അതുമായി ബന്ധപ്പെട്ടിട്ട് 1 വർഷത്തിനകം എന്ത് കൊടുക്കണം? തീർപ്പാക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു 69(2) 69(3) പറയുന്നത്. പിന്നെ വീണ്ടും അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് എന്ന ഭാഗം 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് വരുന്നത്. അവിടെയും ഇത് പറയുന്നുണ്ട് കേട്ടോ. 70 സബ്സെക്ഷൻ 6 ആയിട്ട് പുതിയൊരു ക്ലോസ് ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു 1 ഇയർ എന്ന് പറയുന്നത്. 1 ഇയറിൽ തീർപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്.
69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. അത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഒരിക്കലും. ശരിക്കും 6 സബ്സെക്ഷൻസ് ആയിട്ടാണ് ഈ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ കാര്യങ്ങളൊക്കെ ലോയിൽ, അതായത് സെക്ഷൻ വൈസിൽ അടുക്കി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കണം. 2ECC ആണ് കേട്ടോ. ഈ 2ECCയിലാണ്, ECC ആണ് 2ECC. അതാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഓർ പേഴ്സൺസ് അപ്പോയിൻറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 69A. 69Aയിൽ സബ്സെക്ഷൻ 2ലാണ് എന്ത് പറയുന്നത്, 2ൽ അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തിയാണ് ആര്, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. അപ്പം അത് പ്രധാനപ്പെട്ടതാണ്. ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ഗസറ്റിൽ വരുത്തിയിട്ടാണ്. അവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ കേസിൽ സബ്സെക്ഷൻ 1ൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം എ സ്കീം, അതായത് ഗവൺമെൻറ് ഫ്രെയിം എ സ്കീം ഒഫീഷ്യൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തി ഒരു സ്കീം ഫ്രെയിം ചെയ്യും. ഗവൺമെൻറ്റാണ് ഈ ഒരു കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ സ്കീം ഫ്രെയിം ചെയ്യുന്നത്. with the object of enabling redressal of complaints relating to deficiency in banking or other services rendered by cooperative societies. പിന്നെ ബാങ്കിങ് ബിസിനസ് എന്നുണ്ടായിരുന്നു. ആ ഒരു ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞ ഭാഗം അവർ കട്ട് ചെയ്തിട്ടുണ്ട്. റെൻഡേഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് വെച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗം ബാങ്കിങ് ബിസിനസ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അത് 69A സബ്സെക്ഷൻ 1ലാണ് പറയുന്നത്. അവിടെ ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞ വേർഡ് കട്ട് ചെയ്തു. പിന്നെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ആ സെക്ഷനിൽ. പിന്നെ രണ്ടാമത്തെ സബ്സെക്ഷൻ പറയുന്നത് ദ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് 1 or more persons ആസ് ഓംബുഡ്സ്മാൻ ക്യാരി ഔട്ട് ദ ഫങ്ഷൻസ് എൻട്രസ്റ്റഡ് ടു ദം ബൈ. സാധാരണ സ്കീമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 69A സബ്സെക്ഷൻ 2ലാണ് ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 1 or more persons എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ വരുന്നത് 2ലാണ് വരുന്നത് കേട്ടോ. 69A സബ്സെക്ഷൻ 2ലാണ് വരുന്നത്. 1ൽ പറയുന്നത് സ്കീമിനെ കുറിച്ചാണ്, അതെന്താണെന്നാണ് 1ൽ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ 2ൽ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്നു. 3ൽ ടേം ഓഫ് ഓഫീസാണ് പറയുന്നത്. ടേം ഓഫ് ഓഫീസ് എത്രയാണ്, 3 years ആണ്. 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദെയർ എൻറ്ററിങ് ഓഫീസിൽ എൻ്റർ ചെയ്യുന്ന തൊട്ടുള്ള 3 വർഷം കാലാവധി, അല്ലെങ്കിൽ അറ്റൈനിങ് ദ ഏജ് ഓഫ് 65 years വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണോ ആദ്യം വരുന്നത് 65 വയസ്സ്, അല്ലെങ്കിൽ ഏതാണോ ആദ്യം വരുന്നത് അത് 3 വർഷം ഓഫീസിൽ എൻ്റർ ചെയ്യുന്നതിന് 3 വർഷം, അല്ലെങ്കിൽ 65 years വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് കാലാവധിയായിട്ട് പറയുന്നത്. പിന്നെ ഓംബുഡ്സ്മാൻ, സാധാരണ ഒരാൾക്ക് ഓംബുഡ്സ്മാൻ ആവാൻ കഴിയുമോ? ഇല്ല. മിനിമം 10 years ബാർ പ്രാക്ടീസ് ഉള്ള ആൾക്ക് മാത്രമേ എന്തുള്ളൂ, ഹാവിങ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ബാങ്കിങ് ഓർ കോപ്പറേറ്റീവ് ഫീൽഡിലുള്ളവർക്ക് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആയിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. സബ്സെക്ഷൻ 5ൽ എന്താ പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ, അതായത് ഫങ്ഷൻസും പവേഴ്സും ഡ്യൂട്ടീസും കുറിച്ചൊക്കെ ഓംബുഡ്സ്മാൻ്റെ ഒക്കെ പറയുന്നത് എവിടെയാണ്, സ്പെസിഫൈഡ് ഇൻ ദ സ്കീം എന്നാണ് പറയുന്നത്. സബ്സെക്ഷൻ 6ൽ പറയുന്നത് ഓംബുഡ്സ്മാൻ ഷോൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 60A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ സെക്ഷൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ടാണ്. അപ്പോൾ അവാർഡിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് പിന്നെ നിയമനം, അതായത് ഒരാളിനെ തീരുമാനിക്കും. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഈ റഫറൻസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഡിസ്പ്യൂട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവാർഡ് പാസ് ചെയ്യുന്നത് എത്ര കാലയളവിനുള്ളതാണ്, വിത്തിൻ 1 year ആണ് കേട്ടോ. വിത്തിൻ 1 year ആണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആണ് ഇവർ എടുക്കുന്നത്. അത് വിത്തിൻ 1 year ഇതിന് തീർപ്പ് കൽപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അവാർഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷോൾ സബ്ജക്റ്റ് ടു പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 82ൽ വരുന്നത് ബി ഫൈനൽ ആണെന്ന് പറയുന്നുണ്ട്. 82 പ്രകാരം, സെക്ഷൻ 82 പ്രകാരം ഇവരുടെ ഓർഡർ ഫൈനലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലാകെ ഒരു മാറ്റം വന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 സബ്സെക്ഷൻ 6ലെ ഭാഗമാണ്. അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രാർ 1 വർഷത്തിനകം അവാർഡ് വിത്തിൻ 1 year എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗമാണ് ആകെ അമെൻഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതിനൊന്നും കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, അതേപോലെ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ കാര്യമായിട്ട് മാറ്റം വന്നത് അതുമാത്രമാണ്. 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അത്രയാണ് പറയണത്. പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ദ ആർബിട്രേഷൻ കോർട്ട് ഷോൾ ബി, പിന്നെ ഒരു ഓഫീസർ. 70A ആണ് പിന്നെ പറയുന്നത്. 70ൽ കാര്യമായിട്ട് മാറ്റം വന്നിട്ടില്ല. 70ലെ മാറ്റം എന്താണ്, ഈ ഒരു 1 year ആക്കിയതാണ്. ഈ 1 year വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വയ്ക്കുക. പിന്നെ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ, ഇപ്പോൾ 69A കഴിഞ്ഞു, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആയിരുന്നു. 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ടാണ്. പിന്നെ 70A പറയുന്നുണ്ട് കേട്ടോ. 70Aയിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസൈഡിങ് ഓഫീസറെ കുറിച്ചിട്ടാണ്.
കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലെ പ്രിസൈഡിംഗ് ഓഫീസറെ കുറിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആരാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലെ പ്രിസൈഡിംഗ് ഓഫീസറെ? ഗവൺമെൻറ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഗവൺമെൻറ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് നമ്പർ ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുകൾ സ്ഥാപിക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റാണ് അതിൻ്റെ നമ്പറൊക്കെ തീരുമാനിക്കുക, എവിടേക്കാണ് എന്തൊക്കെയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നത്. പിന്നെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്നൊന്ന് ഓർത്തിരിക്കണം. 2EA ആണ് കേട്ടോ. EA ആണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ അമെൻഡ് ചെയ്തിരിക്കുന്ന ആകെ 70A മാത്രമാണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ 70A പറഞ്ഞിട്ടുള്ളത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ആർബിട്രേഷൻ കോർട്ടിൽ ഷാൾ ബി ആൻ ഓഫീസർ ഓഫ് ആൻഡ് എബവ് ദ റാങ്ക് ഓഫ് മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ്. ജുഡീഷ്യൽ സർവീസിലെ മുൻസിഫ് മജിസ്ട്രേറ്റ് ആവണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആര്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലെ ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസർ കേട്ടോ. പിന്നെ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ റൂൾസും കാര്യങ്ങളും പ്രൊസീജിയേഴ്സും പിന്നെ ഇതിൻ്റെ ഡിസ്പോസൽ ഓഫ് ബിസിനസ്സും ഒക്കെ തീരുമാനിക്കുന്നത്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ എല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ഷോൾ അപ്പോയിൻറ്റ് ആസ് മെനി ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസിനെയൊക്കെ ഇവർ രണ്ടു കൂട്ടരും കൂടിയാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ അസിസ്റ്റ് ചെയ്യാനുള്ള സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാവുമല്ലോ, അത് ഗവൺമെൻറ്റും രജിസ്ട്രാറും കൂടിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതാണ് 70A പറയുന്നത്. അപ്പോൾ 70A നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2EA നോക്കണം. പിന്നെ അതുപോലെ ഗവൺമെൻറ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഓർക്കണം. അപ്പോൾ അവരുടെ പ്രവർത്തനം, അതായത് മുൻസിഫ് മജിസ്ട്രേറ്റ് എബവ് ദ റാങ്ക് ഓഫ് മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ് ആണ് ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ ക്വാളിഫിക്കേഷനായി വേണ്ടതെന്ന് ഓർക്കണം. പിന്നെ അവരെ ഓഫീസേഴ്സിനെയും എംപ്ലോയീസിനെയും ഒക്കെ തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റും RCSും കൂടിയാണെന്ന് ഓർക്കണം. അതാണ് 70A. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഭാഗം മാറ്റങ്ങളെന്ന് പറയാൻ ഇത്ര മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. ഇത്രയും മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത മാറ്റങ്ങൾ വന്നിട്ടുള്ളത് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടിൽ കുറച്ച് മാറ്റങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഭാഗം പ്രധാനപ്പെട്ടതെന്ന് ഓർത്തിരിക്കാനുള്ളത് വർഷങ്ങൾ, അതായത് 1 ഇയർ മാറ്റിയത് 1 ഇയർ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ അതുപോലെ കാര്യങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, കോപ്പറേറ്റീവ് സൊസൈറ്റി സബ്സിഡിയറിയും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ഇതിൻ്റെ അണ്ടറിൽ വന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ പാർട്ട്ണർഷിപ്പിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ടും ഇതിൻ്റെ അണ്ടറിലേക്ക് വന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ കാര്യം ഓർത്തിരിക്കണം. 70A പറഞ്ഞിട്ടുള്ള മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ കാര്യം ഓർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് അത്യാവശ്യത്തിലധികം ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് വിശാലമായിട്ട് പിന്നൊരവസരത്തിൽ നമുക്ക് വിശാലമായൊരു ക്ലാസ് അതിൻ്റെ റൂളും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്